നമസ്കാരം, സാനിർ പാറപ്പാറിനാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കലാണ്. പുട്ടുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അജ്മി സ്റ്റീമേഡ് പുട്ടുപൊടിയാണ്. പുട്ടുപൊടി 2 പാക്കറ്റ് പൊട്ടിച്ചിട്ടു. പുട്ടുപൊടി പൊട്ടിച്ചിട്ടതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള 1 സ്പൂൺ ഉപ്പിട്ടു. ഇത് ചൂടുവെള്ളത്തിൽ കുഴക്കണമെന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. പക്ഷേ നമ്മളൊരിക്കലും ചൂടുവെള്ളത്തിലല്ല കുഴക്കുന്നത്. ഉപ്പിട്ടതിന് ശേഷം ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ചരുവം അങ്ങനെ തന്നെ വാഷ് ബേസിനിലേക്ക് ഇറക്കി വെച്ച് പൈപ്പ് നേരെ തുറന്നിട്ട് അങ്ങനെ തന്നെ വെള്ളം ചാടിച്ച് പൊടി നനയ്ക്കുകയാണ്. അത്യാവശ്യം പൊടിയൊന്നും നനഞ്ഞ് വന്ന്, അതായത് വെള്ളത്തിൻ്റെ തിക്നെസ് ആ ഉള്ള ലെവലിൽ കുറച്ച് കൂടുതലായി വരുന്ന സമയത്ത്, അതായത് വെള്ളം പൊടി കൂടെ ഒഴുകുന്ന ഒരു പരുവം വരുന്ന ഒരു സെറ്റപ്പിൽ എന്നിരുത്തി ദോശമാവ് നനയ്ക്കുന്ന മാതിരിയല്ല കേട്ടോ. ആ ഒരു കണ്ടീഷനിൽ വെള്ളം നനച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റിന് വെച്ചിട്ട് വീണ്ടും നമ്മൾ ശരിക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യുക. കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം കൂടെ ചാടിച്ച് അതിൻ്റെ മുകളിൽ വെള്ളം തളിച്ച് വെച്ചതിന് ശേഷം നമ്മൾ അടച്ച് മൂടി വയ്ക്കുകയാണ്. പിന്നെ ഇതൊരു 20 മിനിറ്റ് നേരം റെസ്റ്റിന് വയ്ക്കുകയാണ്. ആ 20 മിനിറ്റ് നേരം റെസ്റ്റിന് വയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ ഒരു ഫുള്ള് തേങ്ങ ചെരുകി എടുത്തിട്ടുണ്ട്. അതേസമയം പുട്ടുണ്ടാക്കാനുള്ള പുട്ടിൻ്റെ പാത്രം വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുക്കറിൽ ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഗ്രീൻ പീസ് മസാലയുടെ റെസിപ്പി ഞാൻ ഇതിക്ക് മുമ്പ് ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് ഒന്ന് ചാനലിൽ കയറി കണ്ടാൽ മതി. അപ്പോൾ ഗ്രീൻ പീസ് അവിടെ ഇരുന്ന് വേകുന്നുണ്ട്. നമ്മുടെ പുട്ട് വയ്ക്കാനുള്ള പാത്രത്തിൽ നിന്നും ആവി വന്നു. നമ്മൾ ആദ്യത്തെ കുറ്റി പുട്ട് വാരിയിടാൻ തുടങ്ങുകയാണ്. നമ്മൾ പുട്ടിൻ്റെ പൊടി നനച്ച് വച്ചിട്ട് 20 മിനിറ്റ് റെസ്റ്റിന് വച്ചതിന് ശേഷം പിന്നെ നമ്മൾ വേറെ വെള്ളം ഒഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നമ്മളപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വാരിയിടുന്നതിന് മുമ്പ് മുകളിൽ കട്ടയായിട്ട് നനഞ്ഞ് സെറ്റായിരിക്കുന്ന പൊടി ശരിക്കും കൈകൊണ്ടൊന്ന് ഞെരടി അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് ലൂസാക്കി എടുക്കണം. ഒരു തരി പോലെ നമ്മൾ കൈകൊണ്ടൊന്ന് പിടിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു ഉരുള ഉരുട്ടുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഉരുള പോലെ വരുന്ന ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. ആ ഒരു പരുവത്തിലാക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരെ 5 കുറ്റി, ഒരേ സമയം 5 കുറ്റിയാണ് പുട്ട് വയ്ക്കുന്നത്. 5 കുറ്റിയിലേക്കും വാരി നിറച്ച് അടുപ്പത്തേക്ക് വയ്ക്കുകയാണ്. നമ്മളിവിടെ കൂടുതലും ചെയ്യുന്നത് പുട്ടിൻ്റെ കൂടെ കടലക്കറി വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാക്കാറുള്ളൂ. നമ്മൾ രാവിലെ മിക്കവാറും പുട്ടിന് കൊടുക്കുന്ന കറി എന്ന് പറയുന്നത് നമ്മൾ ഗ്രീൻ പീസ് മസാലയാണ്. അത് ഒമാനി സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഗ്രീൻ പീസ് മസാലയാണ് നമ്മളിവിടെ പുട്ടിന് കൊടുക്കുന്നത്. ചിലരൊക്കെ ആലോചിക്കും പുട്ടിൻ്റെ കൂടെ ഗ്രീൻ പീസ് മസാലയോ, അയ്യേ അതെങ്ങനെയാണെന്ന് ചിന്തിച്ചു പോകും. പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പുട്ടും കടലക്കറിയും കഴിക്കുന്നതിനേക്കാളും നല്ലൊരു കോമ്പിനേഷനാണ് ഗ്രീൻ പീസ് മസാല. നമ്മൾ കടകളിൽ നിന്ന് കിട്ടുന്ന മാതിരിയുള്ള കടിച്ചു കഴിഞ്ഞ് ഞെറുപുരു എന്നിരിക്കുന്ന ആ ഒരു പരുവത്തിലുള്ള തേങ്ങ അരച്ച് ചേർക്കുന്ന ഗ്രീൻ പീസ് കറിയല്ല. ഇത് ഒമാനി സ്റ്റൈൽ ഗ്രീൻ പീസ് മസാലയാണ്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ 5 കുറ്റി നമ്മളവിടെ പുട്ട് റെഡിയാക്കി വച്ചിട്ടുണ്ട്. തൊട്ടടുത്തിരുന്ന് പ്രഷർ കുക്കർ
ഗ്രീൻ പീസിൻ്റെ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു വെള്ളം നന്നായിട്ട് തിളച്ചിരുന്നത് കൊണ്ട് ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ കുറ്റിയിലും ഒരേപോലെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് പുട്ട് വെന്തിട്ടുണ്ട്. പുട്ട് ആവി കയറി ഇതേപോലെ മേളിലേക്ക് സ്റ്റീം പുറത്തേക്ക് വന്നു തുടങ്ങിയാൽ മാക്സിമം 1 മിനിറ്റ് കൂടുതൽ നേരം പിന്നെ നമ്മൾ പുട്ടും കുറ്റിയുടെ മേളിൽ, അതായത് പുട്ട് ആവി കയറ്റിക്കൊണ്ട് പിന്നെ ഇരിക്കരുത്. പെട്ടെന്ന് തന്നെ തീ കുറച്ചതിന് ശേഷം പുട്ട് എടുക്കാൻ നോക്കുക. കാരണം അധികം നേരം സ്റ്റീമിലിരുന്ന് പുട്ട് വെന്ത് കഴിഞ്ഞാൽ ആ പുട്ട് കല്ലച്ചു പോകും. നമ്മളിപ്പോൾ കുറച്ച് പുട്ടുണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പുട്ട് ഹാർഡാവത്തില്ല. നമ്മൾ വൈകുന്നേരം എടുത്താൽ തന്നെയും ആ പുട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യത്തെ കുറ്റി പുട്ട് എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഞാൻ ആ പുട്ട് എടുക്കുന്ന രംഗം കാണുമ്പോഴേ മനസ്സിലാവും. പാത്രത്തിൻ്റെ അരികയിൽ മുട്ടുമ്പോൾ തന്നെ ആ പുട്ട് ഇങ്ങനെ ഒരു ചളക്ക് വീഴുന്ന രീതിയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ സ്മൂത്താണ് പുട്ട്. ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കാനോ മിക്സിയിലടിക്കാനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലി നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെ പുട്ടിൻ്റെ പൊടി കുഴച്ചെടുത്താൽ നല്ല സ്വാദിഷ്ടമായ നല്ല സ്മൂത്തായിട്ടുള്ള പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. വളരെ സ്മൂത്തായിട്ട് തന്നെ പുട്ട് കുറ്റിയിൽ നിന്നും വിട്ടു പോരുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ 5 കുറ്റി പുട്ടും നമ്മൾ ഒറ്റ ട്രിപ്പിൽ നമ്മൾ 5 എണ്ണമാണ് ചെയ്യുന്നത്. 5 കുറ്റി പുട്ടും നമ്മൾ ഓൾറെഡി റെഡിയാക്കി കഴിഞ്ഞു. അങ്ങനെ നമുക്ക് ആവശ്യമായ പുട്ടെല്ലാം നമ്മൾ റെഡിയാക്കി സെറ്റാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.